നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളമാട് പഞ്ചായത്തിലെ പൊരീക്കൽ കളക്കോട് റോഡിലാണ്. ഇവിടെ ഒരു 6-7 വീടുകളുണ്ട്. അവരുടെ പ്രധാന വിഷയം അവർക്ക് കുടിവെള്ളമില്ല. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ജലമിഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇതുവഴി കൊണ്ടുവന്നിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ 4 വർഷത്തിൽ ഒരു ദിവസം പോലും അവർക്ക് കുടിവെള്ളം ആ പൈപ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതിയോടും ജനപ്രതിനിധികളോടും അവരുടെ ആവലാതി രേഖപ്പെടുത്തിയെങ്കിലും ഈ പ്രദേശവാസികൾക്ക് കുടിവെള്ളം ഇന്നാൾ വരെ ലഭിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി നമ്മൾ പറയാം. ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്തു നിന്നും ഏകദേശം 50 മീറ്ററേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സാക്ഷി ടി വി സംപ്രേഷണം ചെയ്ത ചെറുവല്ലൂർ ചിറ. ആ നീന്തക്കുളമെങ്കിലും ഒരു പരിധിവരെ നവീകരിച്ച് കിട്ടിയാൽ ഈ പ്രദേശവാസികൾക്ക് അത് വളരെ ഗുണകരമാകും എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസികളോട് തന്നെ അവരുടെ ഈ ജലക്ഷാമത്തെക്കുറിച്ച് അന്വേഷിക്കാം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇവിടുത്തെ ഈ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ചും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും ചേച്ചിക്ക് ഞങ്ങളോടൊന്ന് പറയാമോ? പറയാം. ഇവിടെ 4 വർഷത്തിന് മേലായി പൈപ്പ് വെച്ചവർ പോയത്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു തുള്ളി വെള്ളം ഞങ്ങൾ കുടിച്ചിട്ടുമില്ല, ഈ പൈപ്പിനകത്ത് വന്നിട്ടുമില്ല. ഞങ്ങളിത് പ്രകാരം പല ദിവസം പഞ്ചായത്തിൽ ഇളമാട് പഞ്ചായത്തിൽ മെമ്പറിനെയും പ്രസിഡന്റന്മാരെയും കണ്ട് പലരും ഞങ്ങൾ ഗ്രാമസഭയിൽ പോയി പറഞ്ഞിണക്കുകയും അതിലൊരു നീക്കുപോക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ഏരിയയും ഈ അപ്പുറം വേങ്ങു വാർഡിലെ ആ വെള്ളം ഇരിക്കുന്ന ടാങ്ക് ആയിട്ട് ഒരേപോലെ ഉയരത്തിലിരിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടാത്തതെന്ന് അവർ പറയുന്നത്. ഈ ഒരു ദിവസം എങ്ങനെ വെള്ളം വന്നു എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ കൂട്ടച്ചിരിയാണ് അവർ നടത്തിയത്. വേങ്ങു വാർഡിൽ ഞാൻ ചോദിച്ചു, ഈ ഒരു ദിവസം എങ്ങനെ വെള്ളം വന്നെന്ന് വെച്ചപ്പോൾ അവർക്ക് ഭയങ്കര പുച്ഛത്തോടെയുള്ള ചിരിയായിരുന്നു അവർ ചിരിച്ചു കാണിച്ചത്. ഇന്ന് വരെ അവർ ഒരു തുള്ളി വെള്ളം ഈ 6-7 വീട്ടുകാരുണ്ട്, അവരെങ്ങനെ കഴിയുന്നെന്ന് പോലും ഇന്ന് വരെ അവർ ചോദിച്ചിട്ടില്ല. അവർ വോട്ടിന് മാത്രം അവർ വരും. വോട്ടിന് വന്ന് അവർ കാലിൻ്റെ ഉള്ളംകാല് വരെ ഉച്ച വരെ അവർ നക്കും. പക്ഷെ വോട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വെറും കറിയാപ്പില മാതിരി എടുത്ത് കളയും കുറച്ച് ആൾക്കാർ. ഇപ്പം പൊരിയേക്കൽ റോഡ്, കളക്കാട് റോഡ് എന്തുവാ കോളനിയായിട്ട് ഇട്ടേക്കുക. കോളനിക്കാർക്കുള്ള കാര്യം പറഞ്ഞ് മേലാളക്കാരാണ് ഈ വകയെല്ലാം. അവർ വെള്ളമായാലും കറണ്ടിൻ്റെ ആയാലും എല്ലാം അവർക്ക് മതി. ഞങ്ങളുടെ ഈ കോളനി എന്നുള്ളൊരു പേരും, എന്തിനാ ഈ കോളനി എന്നുള്ള പേര് ഇവിടെ വെച്ചേക്കുന്നേ? കോളനിക്കാർക്ക് എല്ലാം കൊടുക്കുന്നു എന്നാ പറയുന്നത്. എന്ത് കൊടുക്കുന്നു? കുടിവെള്ളം ഞങ്ങൾ കുടിച്ച് ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കാൻ ഒക്കുവോ? ഒക്കെയല്ലേ. ഈ റോഡ് വെട്ടുകാർ വന്നു, അതുപോലെ അവിടെ 2-3 പൈപ്പ് എടുത്ത് കളഞ്ഞു. അത് ഞങ്ങൾ അവിടെ ആ വെള്ളത്തെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുക അതിന് പ്രത്യേക ആൾക്കാരെ വിളിക്കാമെന്ന്. ഈ 2 പൈപ്പിടാനെ കൊണ്ട് പ്രത്യേക ആൾക്കാർ വന്നെങ്കിലേ ആ പൈപ്പിടാൻ ഒക്കുമെന്ന് അവരങ്ങനെയാണ് പറയുന്നത്. പിന്നെ 2 മാസം 3 മാസം കൂടുമ്പോൾ അവരിവിടെ വരും, റീഡിങ് എടുക്കുന്നു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച വന്നതാ 490 രൂപ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നേതുവരെ ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ എങ്ങനെ കഴിയണം? ഒരു 3 മാസം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം പോകുമ്പം വെള്ളം കിട്ടും. വെള്ളം കോരിക്കൊണ്ട് വരാം. അവിടെ ആ വെള്ളം തീർന്ന് ഇനി ഞങ്ങൾ കാശ് കൊടുത്ത് എത്രമാത്രം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കണം വെള്ളം? ഞങ്ങൾ അന്ന് ഇറങ്ങിപ്പോയി ജീവിക്കുന്നവരായി. എനിക്കാണെങ്കിൽ ഇവിടെ എൻ്റെ ഒരു ഭർത്താവ് മരിച്ചിട്ട് 15 ദിവസമേ ആയുള്ളൂ. അന്ന് എത്ര ഒരുപാട് വെള്ളം മേടിച്ചത് ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം? സാറേ, വെള്ളം കിട്ടാൻ വലിയ പ്രയാസം. ഞങ്ങൾക്ക് ഇവിടെ ഒരു കിണർ വെട്ടിയാൽ പോലും വെള്ളം കിട്ടുന്ന സ്ഥലമല്ല. ഒരു 7-10 മാസമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട്. ഇവർക്കാണെങ്കിൽ പിന്നെ ഒരു 3-4-5 വർഷം കൊണ്ടേ വെള്ളം കിട്ടുന്നില്ല. ഈ പൈപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഇതുവരെയ്ക്ക് അവർക്ക് വെള്ളം കിട്ടിയില്ല. ഒരു ദിവസം ഇലക്ഷൻ്റെ സമയത്ത് ഒരു ദിവസം അവർക്ക് വെള്ളം കിട്ടി, പിന്നീട് അവർക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ വെള്ളം കിട്ടുമായിരുന്നു, അതിപ്പോൾ അതുമില്ല. മെമ്പറോടും പിന്നെ പ്രസിഡന്റിനോടൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു നിവർത്തിയിലും വെള്ളം ഇല്ലാതെ ഒക്കത്തില്ല. കിണറില്ല, ഞങ്ങൾക്ക് കിണർ വെട്ടാൻ പറ്റത്തില്ല, പാറയാ. ഒരു തുള്ളി വെള്ളം കിട്ടാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ്. കണ്ടില്ലേ, ഒരു വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ജലമിഷൻ്റെ പൈപ്പാണിത്. ഇത് തുറന്നാൽ കാറ്റാണ്. ഈ കാറ്റിനും മാസം തോറും ബില്ലടയ്ക്കണം എന്നുള്ളതാണ് വളരെ
ഖേദകരമായ ഒരു കാര്യം, ഈ പാവങ്ങൾക്ക് വെള്ളമില്ല, ഒപ്പം ബില്ലുണ്ട്. നമുക്ക് കുടിവെള്ളമില്ല. ഇവിടുത്തെ കവിതാശാലിനോട് ഞാൻ പറഞ്ഞതാണ്, ഇവിടുത്തെ മെമ്പർ. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് പ്രത്യേകമായിട്ടൊരു പമ്പ് വെച്ച് തരാമെന്ന്. ഞങ്ങൾക്ക് 3 വീട്ടുകാർക്ക് പ്രത്യേക ഒരു പമ്പ് വെച്ച് തരാതെ അവർ പറഞ്ഞതാണ്. അവർ പറഞ്ഞ്, ഞാൻ അവരെ കണ്ടപ്പോൾ സംസാരിച്ച് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി 3 വീട്ടുകാർക്ക് വേണ്ടി അവർക്ക് പ്രത്യേകം പമ്പ് വെച്ചടിക്കണമെന്ന്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്നേ വരെ ഒരു 3-4 വർഷം കൊണ്ട് ഇവിടെ കുടിവെള്ളമില്ല. ഞങ്ങൾ വണ്ടി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കന്നാസം കൊണ്ട് ചുമന്ന് അപ്പുറത്തെ പഞ്ചായത്ത്, ഉമ്മൻ്റെ പഞ്ചായത്തിൽ പോയി വെള്ളം കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. അവർ ഒരു കാര്യത്തിനും ഇടപെടുന്നില്ല. ഇവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകരും ഇടപെടുന്നില്ല. ഇലക്ഷൻ സമയമാകുമ്പം നമ്മൾ ഊരാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അവർ വിളിച്ച് ചോദിക്കും, വരുവോ ഇല്ലയോ, വോട്ടിടുവോ ഇല്ലയോ എന്ന് ചോദിക്കും. അത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇവരൊക്കെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഇവരൊക്കെ തന്നെ അന്നോടന്ന് പുറത്തു പോയി കൂലിപ്പണിയെടുത്താണ് അവരുടെ വീട് പുലർത്തുന്നത്. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം 5-6 മണികളോളാവും. അതിന് ശേഷമാണ് കിലോമീറ്ററുകൾ ദൂരത്തിൽ പോയി അവർ വെള്ളം കൊണ്ടുവന്ന് വീട്ടിലെ ആവശ്യങ്ങൾ നടത്തേണ്ടി വരുന്നത്. ഇത് തൊട്ടടുത്തൊരു പാറക്കുളമുണ്ട്. അവിടെ നിന്നാണ് അത്രേ ബാത്റൂമിൽ പോകാനും മറ്റ് അത്യാവശ്യങ്ങൾക്കും അവർ വെള്ളം ഉപയോഗിക്കുന്നത്, പാത്രം കഴുകാൻ പോലും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഭരണാധികാരികളോട്, ജനപ്രതിനിധികളോട് സാക്ഷി TV-ക്ക് ഒന്നേ പറയാനുള്ളൂ, കണ്ണടച്ച് ഇരുട്ടാക്കരുത്.